ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് പാവയ്ക്ക കറിയുടെ റെസിപ്പി കാണാം. പാവയ്ക്കയുടെ കയ്പ്പ് ഒട്ടറിയാത്ത രീതിയിൽ നല്ല രുചിയോടെയാണ് നമ്മൾ ഇന്ന് ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ പാവയ്ക്ക കറി ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു പാവയ്ക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്ത പാവയ്ക്ക വീണ്ടും രണ്ടായിട്ട് മുറിച്ച ശേഷം കനം കുറച്ച് അരിഞ്ഞെടുക്കണം. എല്ലാനും ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്ത ശേഷം പാവയ്ക്കയ്ക്ക് കയ്പ്പ് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പാവയ്ക്കയിലേക്ക് കുറച്ച് ഉപ്പിട്ട് മിക്സാക്കിയ ശേഷം ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് തിരുമ്മി ഊറ്റിയെടുത്താൽ മതിയാവും. ഇങ്ങനെ ചെയ്യുമ്പോൾ കയ്പ്പ് കുറഞ്ഞ് കിട്ടും. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല കേട്ടോ. ഇനി ഈ പാവയ്ക്ക കറി ഉണ്ടാക്കാൻ ആവശ്യമായത് എന്തൊക്കെയാണെന്ന് ഒന്ന് പറയാം. ഒരു പിടി ചെറുള്ളി, ഒരു 10-12 എണ്ണം ഉണ്ടാവും. അപ്പോൾ അത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കണം. പിന്നെ 3 പച്ചമുളക്, ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ വാളൻപുളി, പിന്നെ കുറച്ച് കറിവേപ്പില, 1 കപ്പ് ഫസ്റ്റ് പാല്, 2.5 കപ്പ് സെക്കൻഡ് പാല്. ഇനി നമുക്ക് ഈ പുളി ഒന്ന് കുതിർത്താനിടാം. അതിനായി ഒരു ബൗളിലേക്ക് പുളി ഇട്ട് കൊടുത്ത ശേഷം ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുതിർത്താൻ വയ്ക്കാം. പുളി കുതിർത്താനിടുമ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പുളി വേഗം കുതിർന്ന് കിട്ടാനായിട്ട് നല്ലതാണ്. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. അതിനായി ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽമുളകും വേപ്പിലയും ചേർത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച പാവയ്ക്ക ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കണം. പാവയ്ക്ക ഒന്ന് ഇതുപോലെ സോഫ്റ്റായിട്ട് വന്ന് തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഇനി ചെറുള്ളിയും പച്ചമുളകും 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ കറി വയ്ക്കുമ്പോൾ ചെറുള്ളി കൂടുതൽ ചേർക്കുന്നത് പാവയ്ക്കയുടെ കയ്പ്പ് കുറയ്ക്കും കേട്ടോ. ഇനി ഈ ഉള്ളിയും പാവയ്ക്കയും കളറ് മാറി നല്ലപോലെ വഴണ്ട് വരുന്നത് വരെ നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടെ ഇതുപോലെ ഒന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുത്തോളൂ. നമ്മളിപ്പോൾ പാവയ്ക്ക ചേർത്ത് കൊടുത്തതിനൊപ്പം തന്നെ ചെറുള്ളി ചേർത്ത് കൊടുത്താൽ പാവയ്ക്ക നല്ലപോലെ വഴണ്ട് വരുമ്പോഴത്തേക്കും ചെറുള്ളി വാടി മൊരിഞ്ഞ് ഒരു പരിവായി പോവും. അപ്പോൾ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തതുപോലെ പാവയ്ക്ക കുറച്ചൊന്ന് വഴണ്ട് വന്ന ശേഷം ചെറുള്ളി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പാവയ്ക്കൊപ്പം തന്നെ ഉള്ളിയും ഇതുപോലെ പാകത്തിന് വഴണ്ട് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി ഇത്ര ഇട്ട് കൊടുത്ത ശേഷം പൊടികളുടെ പച്ചമണം മാറിപ്പോകുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ച പുളി അരിച്ചെടുത്ത ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റ് സമയം ഒന്ന് ചൂടാക്കി എടുക്കാം. ഇങ്ങനെ പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നത് കറിയിൽ പുളി ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ പാവയ്ക്കയുടെ കയ്പ്പ് കുറയ്ക്കാനും നല്ലതാണ്. ഇനി ഇതിലേക്ക് 2.5 കപ്പ് അളവിൽ സെക്കൻഡ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സാക്കി എടുത്ത ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് കറി ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. കറി ഇതുപോലെ തിളച്ച് വരുമ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടെ മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം. കറി ഇതുപോലെ ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് ഫസ്റ്റ് പാൽ ചേർക്കാം. ഇനി നമുക്ക് കറി തിളപ്പിക്കേണ്ടതില്ല. ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് തിള വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ആക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനമായി ഇതിലേക്ക് ഒരു 2 നുള്ളു പഞ്ചസാര കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുത്താൽ പാവയ്ക്ക കറി റെഡി. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പാവയ്ക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഊണിനൊപ്പം ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കറിയാണ്. പാവയ്ക്ക കറി വയ്ക്കുമ്പോൾ ഒട്ടുമിക്കവരുടെയും പ്രശ്നം അതിലുള്ള കയ്പ്പാണ്. അപ്പോൾ കയ്പ്പ് മാറ്റാനുള്ള ഒരുപാട് ടിപ്സ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്തൊരു റെസിപ്പി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.